ഹലോ ഗൈസ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫെറ്റ്ല. സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെയാണ് സ്പ്ലങ്കിനകത്ത് ഒരു അലേർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ അലേർട്ട് എങ്ങനെയാണ് നമ്മൾ ട്രിഗർ ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോർമൽ കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടല്ല, ഈ ഒരു അലേർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതൊന്നും ഈ ഒരു ബേസിക്കലി നമ്മളൊരു ജോബിലേക്ക് ജോബിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു L1-ൻ്റെ അണ്ടറിൽ വരുന്ന ജോബ് റോളല്ല. പകരം എന്ത് ചെയ്യുന്നുണ്ട്, അത് അസൈൻ ചെയ്യാനല്ലാന്നുണ്ടെങ്കിൽ ആ അലേർട്ടും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് മുകളിലുള്ള ആൾക്കാരുണ്ട്. നമുക്ക് ഇതെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് വാച്ച് ചെയ്യാനായിരിക്കും, അത് മോണിറ്റർ ചെയ്യാനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക്കലി എങ്ങനെയാണ് ഒരു അലേർട്ട് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. സോ ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഈ ഒരു ഡയഗ്രാം ഒന്നും കൂടെ ഞാൻ കാണിക്കുകയാണ്, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്കിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 2 ലിനക്സിൻ്റെ സെർവേഴ്സ് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇൻസ്റ്റാൾ ചെയ്തു. അതുപോലെ തന്നെ ലിനക്സിൻ്റെ സ്പ്ലങ്ക് സെർവർ നമ്മൾ സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഫോർവേഡറും സെറ്റ് ചെയ്തു. അപ്പോൾ സ്പ്ലങ്ക് സെർവർ സിം സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇതിനകത്താണ്, അതായത് സ്പ്ലങ്ക് സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സെർവറിനകത്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു സ്പ്ലങ്കിൻ്റെ സെർവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഐപ്പിയും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ സ്പ്ലങ്ക് സെർവറിൻ്റെ വരുന്നത് ഹോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഉബുണ്ടു സെർവർ എന്നുള്ളതാണ്. ഓക്കെ, ഉബുണ്ടു സെർവറാണെന്ത് ഇതിൻ്റെ ഹോസ്റ്റ് നെയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ IP ഇപ്പം നിലവിൽ എൻ്റെ IP എന്ന് ബ്രിഡ്ജ് IP എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ഒരു വിർച്വൽ ബോക്സിനകത്ത് പോയി കാണാൻ സാധിക്കും. ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ ഈ പാർട്ടിൽ ഹോസ്റ്റ് ഓൺലി അങ്ങനെ പലതരത്തിലുള്ള IPs ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്രിഡ്ജ് IP ആണ്, 2 IPs ആണ് യൂസ് ചെയ്യുന്നത്, 2 അഡാപ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ബ്രിഡ്ജ് IPയും അതുപോലെ തന്നെ ഹോസ്റ്റ് ഓൺലി അഡാപ്റ്ററും. സോ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് അഡാപ്റ്റർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ കേസിൽ നമ്മുടെ വൈഫൈയോ അല്ലാന്നുണ്ടെങ്കിൽ എഥർനെറ്റോ കണക്ട് ചെയ്യുമല്ലോ, ആ ഒരു നെറ്റ്വർക്കിലേക്ക് തന്നെയാണ് ഈ ബ്രിഡ്ജ് അഡാപ്റ്റർ കൊടുക്കുന്ന നേരത്തെ നമ്മുടെ IP ആഡ് ആവുന്നത്. ഓക്കെ, പകരം നമ്മൾ ഈ ഒരു ഹോസ്റ്റ് ഓൺലി അഡാപ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവിടെ സ്റ്റാറ്റിക്കായിട്ട് ആ ഒരു IP അഡ്രസ്സ് മാറാതിരിക്കാൻ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഓപ്പറേഷൻസും കാര്യങ്ങളും കുറച്ചും കൂടെ ഈ ഒരു ലാബ് സെറ്റപ്പ് കുറച്ചും കൂടെ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹോസ്റ്റ് ഓൺലി അഡാപ്റ്ററും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് സെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹോസ്റ്റ് ഓൺലി അഡാപ്റ്ററിൽ ഹോസ്റ്റ് ഓൺലി നെറ്റ്വർക്കിനകത്ത് ഒരു അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നമ്മുടെ ഈ ഒരു ലാബിനകത്ത് 2 IPs ആണ് ഓരോ വിർച്വൽ മെഷീൻ ഇൻസ്റ്റൻസിന് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ സിം സെർവറിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ നിലവിൽ എൻ്റെ ഡൈനാമിക് IP എന്ന് പറയുന്നത് എന്താണ്, ബ്രിഡ്ജിൽ വരുന്ന ഡൈനാമിക് IP എന്ന് പറഞ്ഞാൽ 192.168.0.106. ഇത് നിങ്ങളത് ചേഞ്ച് ആയിരിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു ഹോസ്റ്റ് ഓൺലി IP അഡ്രസ്സ് എന്തായിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും. ഇതെല്ലാവർക്കും സെയിം അഡ്രസ്സ് ആയിരിക്കും വരുന്നത്. അതായത് ഈ ലാബ് യൂസ് ചെയ്ത് ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തായിരിക്കും, അവരുടെ രണ്ടാമതായിട്ട് വരുന്ന അഡാപ്റ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു ഹോസ്റ്റ് ഓൺലി അഡാപ്റ്റർ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ ഈ ഒരു സംഭവം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിഡ്ജ് IP ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്റ്റ് ഓൺലി IP അഡ്രസ്സും ഉണ്ട്. പിന്നെ അതിൻ്റെ യൂസർ നെയിം, ഇപ്പോൾ സ്പ്ലങ്ക് സെർവറിൻ്റെ യൂസർ നെയിം എന്ന് പറയുന്നത് ഉബുണ്ടു സെർവർ എന്നുള്ളതാണ്. അതിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് അഡ്മിനാണ്. അതായത് ഈ സിം സെർവറിൻ്റെ യൂസർ നെയിം ഉബുണ്ടു സെർവർ എന്നുള്ളതും പാസ്വേഡ് അഡ്മിൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ്സും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് വൾണറബിൾ ലിനക്സ് എന്ന് പറയുന്നത്, അതായത് വിക്ടിം. നമ്മൾ ഈ ഒരു വിക്ടിമിനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ, നമ്മൾ ഈ ഒരു കാലിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത് വിക്ടിമിനായിരിക്കും. അപ്പോൾ വിക്ടിമിൻ്റെ ഇതുപോലെയുള്ള ഒരു ഹോസ്റ്റ് നെയിം എന്ന് പറയുന്നത് വാൾട്ട് സെർവർ എന്നുള്ളതാണ്, ഹോസ്റ്റ് നെയിം വാൾട്ട് സെർവർ എന്നുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ബ്രിഡ്ജ് IP ഇവിടെ വരുന്നത് 107 എന്നുള്ളതാണ്. അത് നമ്മൾ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല, അത് ഡിഫറൻ്റ് ആയിരിക്കും എങ്ങനെ വന്നാലും. പക്ഷേ ഇവിടെ വരുന്ന നേരത്ത് ഈ വിക്ടിമിൻ്റെ IP വരുന്നത് എന്താണ്, ഈ ഒരു 192.168.56.20 ആണ്. ഇത് മാറത്തില്ല, ഈ ഒരു 2 IPs മാറത്തില്ല. പക്ഷേ നിങ്ങളുടെ ഈ ഒരു കാലിയുടെ അറ്റാക്കർ IP മേ ബി ചേഞ്ച് ആയിരിക്കും. മേ ബി നിങ്ങൾ കൊടുക്കുന്നതല്ല ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. പക്ഷേ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്റ്റാറ്റിക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ലാബിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വിക്ടിമിൻ്റെ യൂസർ നെയിം വരുന്നത് വിക്ടിം എന്നുള്ളതാണ്. ഐ മീൻ ഈ ഒരു വൾണറബിൾ ആയിട്ടുള്ള ലിനക്സിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസർ നെയിം എന്ന് പറയുന്നത് വിക്ടിമാണ്, പാസ്വേഡ് എന്ന് പറയുന്നത് ലെറ്റ് മീ ഇൻ ആണ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ബേസിക്കലി ഈ ലാബിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വൾണറബിൾ ലിനക്സ് എന്ത് ചെയ്യുന്നുണ്ട്, SSH കണക്ട് എടുത്തിട്ട് കാലിൽ നമ്മൾ ആണ് സെറ്റപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ സിം സെർവറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, SSH കണക്ഷൻ എടുത്തു. SSH കണക്ഷൻ എടുത്തിട്ട് 2 ടാബിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സിം സെർവറും നമ്മൾ സെറ്റപ്പ് ചെയ്തു, അതുപോലെ തന്നെ വൾണറബിൾ ലിനക്സിൻ്റെ ഫോർവേഡറും സെറ്റപ്പ് ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ SSH വെച്ചിട്ടായിരുന്നു കോൺഫിഗറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു
ഇവിടെ നിന്ന് ഈ ഒരു കാലിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാലിയിൽ നിന്ന് നമ്മൾ ഒരു അറ്റാക്ക് ഇവിടെ ചെയ്യും. ഓക്കെ, ഇവിടെ അറ്റാക്ക് ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യും, ഇയാൾ എന്നെ അറ്റാക്ക് ചെയ്തു എന്നുള്ള കാര്യം ആരെ അറിയിക്കും? ഇവിടെ ഒരു ഫോർവേഡർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇയാൾ അറ്റാക്ക് ചെയ്ത് അപ്പം തന്നെ ലോഗ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ലോഗ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഫോർവേഡർ ആർക്കയക്കും, നമ്മുടെ സിം സെർവറിന് അയക്കും. സിം സെർവറിന് അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു അലേർട്ടും കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അലേർട്ടും കാര്യങ്ങളും സെറ്റായി വരും ഓട്ടോമാറ്റിക്കലി. ഇവിടുന്ന് അറ്റാക്ക് ചെയ്ത് അപ്പം തന്നെ ഇവിടെ അലേർട്ട് വരും. അപ്പോൾ ഒരു കമ്പനിയുടെ കാര്യത്തിലേക്ക് വരുന്ന നേരത്തെ ഇപ്പോൾ ഒരു കമ്പനിക്ക് അകത്ത് എന്ത് ചെയ്യുന്നുണ്ടോ, ഇതുപോലെ ഈ ഒരു ഫോർവേഡർ പല ഡിവൈസിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ സെർവർ മേ ബി കുറച്ച് ഡിവൈസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അഡ്മിന്മാർ പോലുള്ള അല്ലെങ്കിൽ അത് L1 ഇരിക്കുന്ന ആൾക്കാർ, മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണോ അവർക്കായിരിക്കും ഈ ഒരു സംഭവം വാച്ച് ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വൾനറബിലിറ്റീസ് ഒരു കമ്പനി ഉണ്ട്, ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ABC Corp എന്ന് പറയുന്നത്. അവിടെയുള്ള സിസ്റ്റംസാണ് ഈ 2 സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ പുറത്ത് നിന്ന് ഒരു അറ്റാക്കർ എന്ത് ചെയ്യാണ്, ഈ ഒരു അറ്റാക്കർ ഈ ഒരു കമ്പനിക്ക് അകത്തുള്ള ഒരു ഡിവൈസിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ലോഗ് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്യും. അങ്ങനെ ഇവിടെ അലേർട്ട് ജനറേറ്റ് ആവും. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് നിന്ന് ലൈക്ക് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മോഷണോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടിയിട്ട് വീട് എന്തെങ്കിലും തരത്തിലുള്ള അൺലോക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അലേർട്ട് അടിക്കുന്നത് അല്ലേ, അലേർട്ട് അടിക്കുമല്ലോ. അതുപോലെ തന്നെ ഒരു അറ്റാക്കർ ഇവിടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ നിന്നുള്ള അലേർട്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഷെയർ ആവും. ഓക്കെ, പിന്നെ കാലിയുടെ കേസിലേക്ക് വരുന്ന നേരത്ത് ഹോസ്റ്റ് നെയിം എന്താണ്, കാലി, അത് നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറും. അതുകൊണ്ട് തന്നെ യൂസർ നെയിം പാസ്വേഡ് ഞാൻ കൊടുക്കുന്നില്ല. ഇവിടെ എൻ്റെ ഹോസ്റ്റ് ഓൺലി IP അഡ്രസ്സ് ഇതാണ് വരുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്താവും, ഈ ഒരു കാലിയുടെ മാത്രം ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു സ്പ്ലങ്ക് സെർവറും വിക്റ്റിമും ഈ ഒരു സ്റ്റാറ്റിക് IP അവിടെ എന്തായാലും ഉണ്ടാവും. സ്പ്ലങ്ക് സെർവറിന് വരുന്നത് 10ഉം വിക്റ്റിമിന് വരുന്നത് 20. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ ലാബിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാലിയിൽ നിന്ന് നമ്മൾ ഈ ഒരു വൾനറബിലിറ്റീസിനെ അറ്റാക്ക് ചെയ്യുന്നു, ഇത് ഫോർവേഡ് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് അലേർട്ട് ജനറേറ്റ് ചെയ്തു. ഒരു സിമ്പിളായിട്ടുള്ള ബേസിക് ഒരു ബിഗിനറിന് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ലാബ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പം പെട്ടെന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി പ്രാക്ടിക്കൽ ചെയ്യാം. നമ്മൾ ഈ ഒരു കാലിക്ക് അകത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യുന്നതും. ഓക്കെ, സോ നമ്മൾ ഇവിടുന്ന് അറ്റാക്ക് ചെയ്യും, അതുപോലെ തന്നെ ഇവിടുന്ന് എന്ത് ചെയ്യും, ഈ കാലിക്ക് അകത്ത് തന്നെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോണിറ്ററും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി കാലി ഓപ്പൺ ചെയ്യാം. ഓക്കെ, കാലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു അലേർട്ട് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അലേർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രൗസർ എടുക്കുകയാണ്. ഈ ഒരു പാർട്ട് നമ്മളിപ്പോൾ ഈ ഒരു പാർട്ട് എടുക്കുന്ന ആരതാണ്, നമ്മൾ ഈ ഒരു സെർവറിനെ സ്പ്ലങ്കിൻ്റെ സെർവറിൻ്റെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു സ്പ്ലങ്കിൻ്റെ ഈ ഒരു ചേഞ്ച് ചെയ്യാത്ത ഈ ഒരു സ്റ്റാറ്റിക് IP 192.168.56.10 ഈ ഒരു IP, പിന്നെ അതുപോലെ തന്നെ 8000 പോർട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഈ ഒരു IP. ഓക്കെ, ഈ ഒരു IP കൊടുത്തു കഴിഞ്ഞതിന് ശേഷം 192.168.56.10 എന്ന IP, പിന്നെ 8000 നമ്മൾ ഈ ഒരു പോർട്ടും കൂടെ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്ലങ്കിൻ്റെ ഈ ഒരു എൻ്റർപ്രൈസ്, ഈ ഒരു സ്പ്ലങ്കിൻ്റെ സെർവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിം സെർവറിനകത്തുള്ള സംഭവമാണ് ഇത്. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ആക്സസ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ലിനക്സ് സെർവർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ഈ ഒരു ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിൻ പാസ്വേഡ് 123 എന്നുള്ളതാണ് പാസ്വേഡ് വരുന്നത്. പാസ്വേഡ് 123 ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പാസ്വേഡ് 123 എന്നുള്ളതാണ് പാസ്വേഡ് എന്ന് പറയുന്നത്. നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം, ഈ താഴെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, യൂസർ നെയിം അഡ്മിൻ, പാസ്വേഡ് 123 എന്ന് കൊടുത്ത് സൈൻ ചെയ്യുന്നു. ഓക്കെ, നിലവിൽ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെ അലേർട്ട് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു അലേർട്ട് ആദ്യം സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. നമ്മളിപ്പോൾ മൂവിയിൽ കണ്ട പോലെ തന്നെ അവിടെ ഓൾറെഡി അലേർട്ട് സെറ്റ് ചെയ്തതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആ ഒരു വില്ലൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തീഫ് അവിടെ ആ ഒരു ലോക്ക് അൺലോക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അലേർട്ട് അടിക്കുന്നത്. അത് ഓപ്പൺ ആക്കിയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അലേർട്ട് അടിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അലേർട്ട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിങ്സിൻ്റെ പാർട്ടിലേക്ക് പോവാം. ഈ ഒരു നോളജ് ഇതിൻ്റെ ഈ ഒരു പാർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെർച്ചസ്, റിപ്പോർട്ട്സ് ആൻഡ് അലേർട്ട്സ്, ഈ ഒരു പാർട്ടിലേക്ക് പോവാം. നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണോ, അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിൽ നിന്നും കരിയർ സ്വിച്ച് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലേക്ക് വരാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഫെറ്റ്ല ടയർ 1 പ്രീമിയം പേഴ്സണൽ ട്രെയിനിങ് വഴി നിങ്ങൾക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കാം. 1-to-1 മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങളും ട്രെയിനറും മാത്രമേ ക്ലാസ്സിലുണ്ടാവൂ. അതും നിങ്ങളുടെ ആവശ്യാനുസരണം സിലബസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട്. കഴിഞ്ഞില്ല, എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞങ്ങളുടെ പോളിസി പ്രകാരം ഫുൾ എമൗണ്ട് റീഫണ്ടോ. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ.
ഈ ഒരു പാർട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആപ്ലിക്കേഷൻ വരുന്നത് ഹോം ലോഞ്ചർ എന്നുള്ളതാണ്. അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ആൻഡ് റിപ്പോർട്ടിംഗ് എന്നുള്ള ഈ ഒരു പാർട്ടിലേക്ക് വരണം. അപ്പോൾ നമുക്ക് ഇവിടെ അലേർട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു അലേർട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ടൈം കൺസ്യൂം ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളും ഓരോ ഫീൽഡും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വരുന്നൊരു സംഭവം എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ഇവിടെ ന്യൂ അലേർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫീൽഡ്സും കാര്യങ്ങളും വരും, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എഡിറ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ന്യൂ അലേർട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ എഡിറ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്യുക, എഡിറ്റ് അലേർട്ട്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ന്യൂ അലേർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വരും. പിന്നീട് നിങ്ങൾക്ക് അലേർട്ട് എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഡിറ്റ് അലേർട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്വാൻസ് എഡിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിലേക്ക് പോകേണ്ട, പകരം നമ്മൾ എന്ത് ചെയ്യാണ്, എഡിറ്റ് എടുക്കുകയാണ്. നമുക്ക് നോർമൽ ഫീൽഡ്സും കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ നോർമൽ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് സൂം ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അലേർട്ടിനൊരു നെയിം കൊടുക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് SSH ബ്രൂട്ട് ഫോഴ്സ് ഡിറ്റക്റ്റഡ്, അഥവാ ഈ ഒരു SSH അറ്റാക്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനൊരു അലേർട്ട് വരികയാണ് ചെയ്യാം. അപ്പോൾ അലേർട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അലേർട്ട് കൊടുത്തേക്കുന്നത് ഈ ഒരു SSH ബ്രൂട്ട് ഫോഴ്സ് ഡിറ്റക്റ്റഡ് എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡിസ്ക്രിപ്ഷൻ, ഇതിനകത്ത് എന്ത് തരത്തിലുള്ള അറ്റാക്കാന്നുള്ള കാര്യങ്ങൾ, അതായത് ഡിറ്റക്റ്റ് മൾട്ടിപ്പിൾ ഫെയിൽഡ് ലോഗിൻ അറ്റംപ്റ്റ്സ് ഫോളോഡ് ബൈ ആൻഡ് സക്സസ്ഫുൾ ഫ്രം എ സിംഗിൾ IP. ഒരു IP നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫെയിൽഡ് അറ്റംപ്റ്റ്സിന് ശേഷം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലോഗിൻ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് അല്ലേ. അപ്പോൾ SSHലെ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ ഒരു സെർച്ച് എന്ന് പറയുന്നത്. ഈ ഒരു സെർച്ചിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും SPL ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്പ്ലങ്കിൻ്റെ വീഡിയോ അല്ല ചെയ്യുന്നത്, ജസ്റ്റ് സിമ്പിൾ ആസ് നമുക്ക് ഒരു എങ്ങനെയാണ് ഈ ഒരു സോക്കിനകത്ത് അലേർട്ട് സെറ്റ് ചെയ്തിട്ട് സിമ്പിൾ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് ഈ ഒരു പാർട്ട് നമ്മൾ അവസാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പ്ലങ്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും, എന്താണ് സ്പ്ലങ്കിൻ്റെ ഈ ഒരു എൻ്റർപ്രൈസിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള അതർ ടെക്നിക്സും കാര്യങ്ങളൊക്കെ, ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്തൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സീരീസ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സെർച്ചിൻ്റെ ഭാഗത്തേക്ക് വരുന്ന നേരത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പ്ലങ്കിനകത്തുള്ള കംപ്ലീറ്റ് വരുന്ന ഇവൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, സോർട്ട് ഔട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇൻഡെക്സിൽ മെയിൻ എന്നുള്ള പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ എന്ന് വെച്ചാൽ ഈ വരുന്ന എല്ലാ ഇൻഡെക്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് വരുന്ന ലോഗ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സെലക്ട് ചെയ്യും. ഒന്നുകിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി കസ്റ്റം സോഴ്സുകൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാം. സെർച്ചിനകത്ത് തന്നെ കസ്റ്റമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇൻഡെക്സുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ കസ്റ്റമായിട്ടുള്ള ഒരു ഇൻഡെക്സോ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്തില്ല. പകരം എന്ത് ചെയ്യുന്നത്, ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു പുസ്തകമൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇൻഡെക്സിനകത്ത് എന്തുണ്ടാവും, ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള കംപ്ലീറ്റ് കാണാൻ പറ്റും. ആ ഒരു ബുക്കിനകത്ത് ആ ബുക്കിൻ്റെ ഉള്ളടക്കത്തിൽ എന്തൊക്കെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇൻഡെക്സ് മെയിനാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കസ്റ്റം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് ഇൻഡെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ കംപ്ലീറ്റ് ലോഗ് എന്ത് ചെയ്തു, നമ്മൾ സെലക്ട് ചെയ്തു. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, സോഴ്സ് ടൈപ്പ് കൊടുത്തേക്കുന്നത് ലിനക്സ് സെക്യൂർ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലിനക്സ് ഓതൻറ്റിക്കേഷൻ ലോഗ്സ് നമുക്ക് കിട്ടും. അതായത് വാറിലെ ലോഗിലെ .log ഉണ്ടല്ലോ, അത് നമ്മൾ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. അപ്പം കംപ്ലീറ്റ് വരുന്ന ഇവൻറ്റിനകത്ത് നമ്മൾ പെർട്ടിക്കുലറായിട്ട് സോഴ്സ് ടൈപ്പ് നമ്മൾ എന്ത് കൊടുത്തു, ലിനക്സിലെ ഈ ഒരു ലോഗ്സും കാര്യങ്ങളും വരുന്ന ലിനക്സ് സെക്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്യണം. അതിനകത്ത് ഫെയിൽഡ് ആയിട്ടുള്ള പാസ്വേഡോ അക്സെപ്റ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പിന്നീട് നോക്കുന്നത് അല്ലേ. ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫെയിൽ പാസ്വേഡ് ഓർ അക്സെപ്റ്റഡ് പാസ്വേഡ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, എടുക്കും. അപ്പം ഫെയിൽഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ് പാസ്വേഡ് നമുക്ക് സെലക്ട് ചെയ്യണമല്ലോ ബ്രൂട്ട് ഫോഴ്സിൽ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു SSH ലോഗിനും കൂടെ വേണം. അതും നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ റെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, റെഗുലർ എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റെക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റെക്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. റെഗുലർ എക്സ്പ്രഷൻ കൊടുത്തിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ റെക്സിനകത്ത് കൊടുത്തേക്കുന്നത്, ഈ റെക്സിനകത്ത് SSHD എന്ന് പറഞ്ഞാൽ SSHൻ്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും SSH ഡീമൺ പ്രോസസ്സോ കാര്യങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ പെർട്ടിക്കുലറായി ഈ ഒരു ഫെയിൽഡ് ലോഗിൻ അറ്റംപ്റ്റ്സിൽ തന്നെ നമ്മൾ നമുക്ക് SSH അറ്റാക്ക് ഇവിടെ പെർഫോം ചെയ്യുമ്പോഴാണല്ലോ വേണ്ടത്. അപ്പോൾ SSH എന്നുള്ളതും കൂടെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്തായി, പെർട്ടിക്കുലറായി അല്ലേ. അപ്പോൾ ഒന്നും കൂടെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് SSHD എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്ത് ചെയ്യാണ്, ഈ ഒരു ഫെയിൽഡ്
ഓർ അക്സെപ്റ്റഡ് പാസ്വേഡ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു 2 ലോഗിൻ ഔട്ട്കം നമ്മൾ എന്ത് ചെയ്യും, അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഫ്രം എന്നുള്ള ഈ ഒരു വൈൽഡ് കാർഡ് ഫ്രം എന്ന് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാച്ചസ് എനി യൂസർ നെയിം ബിഫോർ ഫ്രം ഇല്ലേ, എവിടെ നിന്നുള്ള യൂസർ നെയിംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ സെലക്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ആ വിക്ടിം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നുള്ള യൂസർ നെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, എക്സ്ട്രാക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറച്ച് നിങ്ങൾക്ക് വരുന്നൊരു മേ ബി ഒരു ഡൗട്ട് വരുന്നൊരു ഭാഗമായിരിക്കും ഈ ഒരു ഈ ഒരു സ്ലാഷസ് ഒക്കെ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു IP-യുടെ ഒരു ഫോർമാറ്റാണ് ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് 4 ഒക്ടറ്റ് ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ഈ ഒരു IP-യുടെ നോക്കുന്ന നേരത്തും കണ്ടോ, ഇവിടെ 4 ഒക്ടറ്റ് ആണുള്ളത്. ഇവിടെ ഒരു IP-യുടെ റേഞ്ച് വരും, IP-യുടെ അടുത്ത ഒക്ടറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു 4 ഒക്ടറ്റ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ സോഴ്സ് IP നമ്മൾ എന്ത് ചെയ്യാൻ എടുക്കുക, ആരാണോ നമ്മൾ അറ്റാക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന നേരത്ത് ഈ കാലി വെച്ചിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കാലിയുടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു IP നമുക്ക് എന്ത് ചെയ്യും, അവിടെ എക്സ്ട്രാക്ട് ചെയ്തില്ല. ആരാണ് അറ്റാക്ക് ചെയ്യുക, അയാളുടെ IP നമുക്ക് എന്ത് ചെയ്യും, ഇതുവരെ കിട്ടും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ഒരു സ്റ്റാറ്റസ് കൗണ്ട് ബൈ സോഴ്സ് IP. അതായത് ഈ ഒരു IP അഡ്രസ്സിൽ നിന്ന് എത്ര ലോഗിൻ അറ്റംപ്റ്റ്സ് കൊണ്ടുവരണം, അതെന്താണ്, വേർ കൗണ്ട് 5 അല്ലേ. 5ൽ കൂടുതൽ ലോഗിൻ അറ്റംപ്റ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, ആ ഒരു സോഴ്സ് IP-നെ നമ്മളിവിടെ എന്ത് ചെയ്യും, എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അതാണ് ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇവിടെ സിമ്പിളായിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ വരുന്ന ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പാർട്ടിലായിരിക്കും, ലൈക്ക് ഈ ഒരു D പ്ലസ് പിന്നെ അതുപോലെ തന്നെ // ഈ ഒരു ഭാഗം അവിടെ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഈ ഒരു IP-യുടെ ഒക്ടറ്റും കാര്യങ്ങളും സെലക്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സ് വരുന്ന നേരത്ത് അത് റെഗുലർ എക്സ്പ്രഷനിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അലേർട്ട് ടൈപ്പ് കൊടുത്തിരിക്കുന്നത് റിയൽ ടൈം ആണ്. അപ്പോൾ റിയൽ ടൈം കൊടുക്കുന്ന നേരത്തെ എന്ത് ചെയ്യും, അലേർട്ട് ടൈപ്പ് റിയൽ ടൈം കൊടുക്കുന്ന നേരത്ത് കണ്ടിന്യൂസ്ലായിട്ട് എന്ത് ചെയ്യും, 24 ഹവേഴ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 24 ഹവേഴ്സും എന്ത് ചെയ്യും, ഇതുപോലെ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അലേർട്ട് കിട്ടണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിയൽ ടൈമിൽ സോക്ക് എന്ന് പറഞ്ഞാൽ 24/7 എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യാന്നുള്ളതല്ലേ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സംഭവം ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഷെഡ്യൂൾ എന്നുള്ള കാര്യം യൂസ് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഈ ഒരു ട്രിഗർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ട്രിഗർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്പർ ഓഫ് റിസൾട്ട്, നമ്മളിപ്പോൾ ആ ലോഗിൻ അറ്റംപ്റ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ നമ്പർ ഓഫ് റിസൾട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 5 അറ്റംപ്റ്റ്സ് ഒരു സെയിം IP-യിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈസ് ഗ്രേറ്റർ ദാൻ 0, നമ്പർ ഓഫ് 5ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും, ഇവിടെ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രിഗർ കണ്ടീഷനിൽ നമ്മൾ എന്ത് കൊടുക്കുന്നത് വെച്ചാൽ, ഈ ഒരു നമ്പർ ഓഫ് റിസൾട്ട് കൊടുത്തിട്ട് ഇതിൽ 5ൽ കൂടുതൽ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു IP എന്ത് ചെയ്യും, അവിടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0ൽ കൂടുതലാവുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ ഒരു കണ്ടീഷൻ ട്രിഗർ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു അറ്റാക്ക് 5 തവണ വന്നു കഴിഞ്ഞാൽ, അതായത് 5 അറ്റംപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കണ്ടീഷൻ എന്ത് ചെയ്യും, അവിടെ ട്രിഗർ ആവും എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രിഗർ വൺസ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കൊടുത്തില്ല. ട്രിഗർ വൺസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു അറ്റംപ്റ്റ് നടത്തുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വൺസ് ഇത് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രിഗർ ആവണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു കണ്ടീഷന് ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന ഈ ഒരു SPL ഈ ഒരു കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വൺസ് ഇത് ട്രിഗർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അലേർട്ട് അവിടെ ജനറേറ്റ് ആവണം എന്നുള്ള കാര്യം. പിന്നെ വരുന്നതാണ് ഈ ഒരു ത്രോട്ടിൻ്റെ ഒരു പാർട്ട്. ത്രോട്ടിൻ്റെ പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ത്രോട്ടിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു സെയിം അലേർട്ട് തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ലൈക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു അലേർട്ട്സ് ഇങ്ങനെ വരും അല്ലേ. നമ്മൾ ഒരു അറ്റാക്ക് ചെയ്തു, വീണ്ടും ആ അറ്റാക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ ഈ ഒരു അലേർട്ട് വരുന്നതല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് തന്നെ എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് അലേർട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ത്രോട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 5 മിനിറ്റ് കൂടി ഇപ്പോൾ ഒരു അറ്റാക്കർ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രൂട്ട് ഫോഴ്സ് ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇയാൾ അറ്റാക്ക് സെയിം IP-ൽ നിന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു ഈ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് നമുക്ക് ഈ ഒരു ത്രോട്ടിൽ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള അലേർട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ആഡ് ആക്ഷൻ. നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള റിമൂവ് ചെയ്യുകയാണ്. ആഡ് ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ട്രിഗേർഡ് അലേർട്ട്, നമുക്കിവിടെ ട്രിഗേർഡ് അലേർട്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സിവിയറിറ്റി നമ്മൾ ക്രിട്ടിക്കലായിട്ട് കൊടുക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറെ
എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ലോഗ് ഇവൻറ്റിലേക്ക് നമുക്കിത് ചെയ്യാം. അതുപോലെ തന്നെ ഔട്ട്പുട്ട് റിസൾട്ട് ലുക്കപ്പിലേക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മെയിൽ അയക്കാം. പിന്നെ ഒരു സ്ക്രിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് റൺ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സ്പ്ലങ്കിന് മൊബൈലിലേക്ക് കൊടുക്കാം, വെബ് ഹുക്ക് ചെയ്യാം. ഇങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ ഒരു ആഡ് ടു ട്രിഗർ അലേർട്സിലേക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രത്തോളം കാര്യം ചെയ്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ജസ്റ്റ് പറയാം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു കാലിയിൽ നിന്ന് ഇവിടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ അലേർട്ട് കിട്ടും. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അലേർട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്ര യൂസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യണം. ഞാൻ ഹൈഡ്ര യൂസ് ചെയ്ത് നമ്മുടെ യൂസർ നെയിം വരുന്ന SSH ആണ് നമ്മളിവിടെ അറ്റാക്ക് ചെയ്യുന്നത്. ഹൈഡ്രയിൽ -L യൂസർ നെയിം നമുക്കറിയാം, വിക്ടിം എന്നുള്ളതാണ്. പാസ്വേഡ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കസ്റ്റം പാസ്വേഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റോക്കി വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ടൈം കൺസ്യൂം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്ത് ഈ ഒരു രീതിയിൽ പാസ്വേഡ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് SSH നമ്മുടെ IP അഡ്രസ്സ് അല്ലേ, ഇത് ആരുടെ IP അഡ്രസ്സാണ്, നമ്മുടെ വിക്ടിമിൻ്റെ IP അഡ്രസ്സാണ്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് എൻ്റർ കൊടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു അറ്റാക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സോ അതിനിടയിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് സിം സൊല്യൂഷൻ അല്ല നമ്മുടെ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു സോക്കിനെ പറ്റിയിട്ടുള്ള എങ്ങനെയാണ് ഈ സോക്ക് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സീരീസാണ് നമ്മളിവിടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി സിമ്മിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സ്പ്ലങ്കിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് നടക്കുന്ന ആ ഒരു വർക്കിംഗ് മെക്കാനിസം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മുടെ അറ്റാക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ട്രിഗേർഡ് അലേർട്സിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. നമ്മൾ ട്രിഗേർഡ് അലേർട്സ് എന്നുള്ള രീതിയിലാണ് ആക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ ജോബിൻ്റെ താഴെയായിട്ട് ട്രിഗേർഡ് അലേർട്സ് കാണാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ആൻഡ് റിപ്പോർട്ടിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അറ്റാക്കായിരുന്നു. ഒന്ന് ജസ്റ്റ് ഡൊമോ നോക്കിയതാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം, അതിൻ്റെ ഒരു ഇതാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 12:56 ഈ ഒരു ടൈമിൽ നമുക്ക് ട്രിഗർ അയക്കുന്ന അലേർട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. വ്യൂ റിസൾട്ട് കൊടുക്കുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, IP അഡ്രസ്സൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കാണാം, നമ്മുടെ കാലിയുടെ IP കാണാം. ഓക്കെ, 105 നമുക്ക് നോക്കാം. കോൺഫിഗ് നോക്കുന്ന നേരത്ത് നമുക്ക് കാലിയുടെ IP ഓക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത് കാലിയുടെ IP ആണ്. ഈ കാലിയുടെ IP എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് വന്നേക്കുന്നത്. ഇനി ഒരു റിയൽ സിനാരിയോയിൽ അറ്റാക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വൈറസ് ടോട്ടൽ അതുപോലുള്ള കാര്യങ്ങൾ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, IP-നെ പറ്റിയിട്ട് ചെക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും ഇതുപോലെ അറ്റാക്കോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മൈറ്റർ അറ്റാക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ബേസിക്കലി ഈ ഒരു സംഭവം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ബേസിക്കലി സോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അതിന് കംപ്ലീറ്റ് കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിലും ഒരു ബിഗിനർ മനസ്സിലാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സോക്കിൻ്റെ പാർട്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു എക്സ്ട്രാ നമ്മൾ ഇതിനകത്ത് വരുന്നൊരു അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, DVW കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഈ ഒരു കാണിക്കാം. നമ്മുടെ ഈ ഒരു സ്പ്ലങ്ക് വിക്ടിം ഉണ്ടല്ലോ, ഈ വിക്ടിമിൽ നമ്മൾ DVW കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൾണറബിൾ വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് DVW. അപ്പോൾ അതെന്ത് ചെയ്യാം, അതിനകത്തും പലതരത്തിലുള്ള വൾണറബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വൾണറബിലിറ്റീസിനും എന്ത് ചെയ്യാം, അലേർട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. 20 ആണ് ഇതിൻ്റെ IP വരുന്നത്. ഓക്കെ, 20 ഇവിടെ അപ്പാച്ചി സെർവർ അപ്പാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, DVW കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, DVW ഇവിടെ ഇൻക്ലൂഡഡ് ആണ്, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. അഡ്മിൻ പാസ്വേഡ്. ഓക്കെ, ഇവിടെ ഇത്രത്തോളം വരുന്ന അറ്റാക്സ് ഉണ്ട്. ബ്രൂട്ട് ഫോഴ്സ് വെബിൽ തന്നെ പലതരത്തിലുള്ള അറ്റാക്സും കാര്യങ്ങളും വെബ്സൈറ്റിൽ വെബ് ആപ്ലിക്കേഷൻ സൈഡിൽ വരുന്ന പലതരം അറ്റാക്സ് ഇവിടെ ഉണ്ട്. ഇതിനെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ഒരു അസൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെല്ലാം ഈ ഒരു അറ്റാക്കിനെല്ലാം എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പ്ലങ്കിനകത്ത് അലേർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. ഇതിനകത്ത് സിമ്പിളാണ്. SPL പഠിക്കാനാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രത്തോളമാണ് നമ്മുടെ ഈ ഒരു സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെയുള്ള സീരീസുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഓൾ.